ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോമിലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഹിസ്റ്ററിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഇൻ റോം പീരിയഡ്. ഒന്ന് ഏർലി റോമൻ പീരിയഡ്, ദെൻ ലേറ്റർ റോമൻ പീരിയഡ്. ഈ ഏർലി റോമൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രീസിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടവും ലേറ്റർ റോമൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രീസിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷമുള്ള കാലഘട്ടം. ഈ രണ്ട് കാലഘട്ടം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ദെൻ ഈ ഏർലി റോമൻ കാലഘട്ടം എന്ന് പറയുന്നത് പ്രാസംഗികതയെ സംഭാവന ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. പ്രാസംഗികരെ സംഭാവന ചെയ്തിരുന്നു. ദെൻ മിലിറ്ററി ട്രെയിനിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്നു. മിലിറ്ററി ട്രെയിനിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇനി ഈ കാലഘട്ടത്തിലെ ക്യാമ്പസ് മാർട്ടിയസ് എന്നറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ മിലിറ്ററി ട്രെയിനിങ് നടത്തിയിരുന്ന ഒരു കേന്ദ്രം അറിയപ്പെടുന്നതാണ്. ക്യാമ്പസ് മാർട്ടിയസ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഈ ഏർലി റോമൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രീസിന്മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. പ്രാസംഗികരെ സംഭാവന ചെയ്തിരുന്നു. മിലിറ്ററി ട്രെയിനിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്നു. ക്യാമ്പസ് മാർട്ടിയസ് എന്നറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ മിലിറ്ററി ട്രെയിനിങ് നൽകിയിരുന്ന ഒരു കേന്ദ്രം അറിയപ്പെടുന്നതാണ്. ഇനി ലേറ്റർ റോമൻ പീരീഡ്. ലേറ്റർ റോമൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രീസിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷമുള്ള കാലഘട്ടം. സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത് ഇവിടത്തെ പ്രാഥമിക വിദ്യാലയമാണ്. സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം ആണ്. ദെൻ സ്കൂൾ ഓഫ് ഗ്രാമാറ്റിക്സ്. സ്കൂൾ ഓഫ് ഗ്രാമാറ്റിക്സ് എന്നറിയപ്പെടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഓക്കെ, ലേറ്റർ റോമൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രീസിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നതും സ്കൂൾ ഓഫ് ഗ്രാമാറ്റിക്സ് എന്നറിയപ്പെടുന്ന വേർഡ്സ്. അത് ചിലപ്പോൾ ചോദിക്കുക, സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് അല്ലെങ്കിൽ റോമിലെ പ്രാഥമിക വിദ്യാലയം അറിയപ്പെടുന്ന പേരേത്, ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ വേർഡ്സ് ഓർക്കുക. ഇനി ഈ ലേറ്റർ റോമൻ പീരീഡിലാണ് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട്, ദ്വന്ദ്വയുദ്ധം നടന്നിരുന്നത്. അത് നോക്കാം. ഈ ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് അല്ലെങ്കിൽ ഗ്ലാഡിറ്റോറിയൽ കോൺടെസ്റ്റ്, ഇതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ സ്ലേവ്, അടിമകൾ, സ്ലേവ്സ്, ക്യാപ്റ്റീവ്സ്, പെയ്ഡ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ക്രിമിനൽസ്. ഈ ഗ്ലാഡിറ്റോറിയൽ കോൺടെസ്റ്റില് പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരുന്നത് സ്ലേവ്സ്, ക്യാപ്റ്റീവ്സ്, അടിമകൾ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, ക്രിമിനൽസ്. ഈ ആൾക്കാരാണ് ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരുന്നത്. ഇവിടെ ലൂഡസ് അല്ലെങ്കിൽ ലൂഡി എന്നറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാഡിറ്റോറിയൽ ട്രെയിനിങ് കൊടുത്തിരുന്ന സ്കൂൾ അറിയപ്പെടുന്നതാണ്. ലൂഡസ് അല്ലെങ്കിൽ ലൂഡി എന്നറിയപ്പെട്ടിരുന്നത് ഗ്ലാഡിറ്റോറിയൽ ട്രെയിനിങ് സ്കൂൾ ആണ്. ദെൻ ലൂഡസ് മാഗ്നസ് എന്നറിയപ്പെടുന്നത് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് ഏറ്റവും വലിയ സ്കൂൾ അറിയപ്പെട്ടിരുന്നതാണ്. ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്കൂൾ ലൂഡസ് മാഗ്നസ്. ലൂഡസ് മാഗ്നസ് എന്ന് പറയപ്പെടുന്ന ഗ്ലാഡിറ്റോറിയൽ ട്രെയിനിങ് നൽകിയിരുന്ന ഏറ്റവും വലിയ സ്കൂൾ അറിയപ്പെടുന്നതാണ്. ഇനി കൊളോസിയം എന്നറിയപ്പെടുന്നത്
ഈ ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് നടക്കുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ കേന്ദ്രം. ഓക്കെ, കൊളോസിയം എന്നറിയപ്പെടുന്നത്, അത് ഗ്ലാഡിറ്റോറിയൽ നടക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേരാണ് കൊളോസിയം എന്ന് പറയുന്നത്. ഡോക്ടറസ് എന്നറിയപ്പെടുന്നത്, ഡോക്ടറസ് നമ്മൾ പഠിക്കുമ്പോൾ ഡോക്ടറിലെ ഓ ആണ്, ഇവിടെ ഇ ആണ്. ഡോക്ടറസ് എന്നറിയപ്പെടുന്നത് അവിടുത്തെ പരിശീലകൻ അറിയപ്പെട്ടത്, ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്റ്റിലെ പരിശീലകൻ അറിയപ്പെട്ടിരുന്ന പേരാണ് ഡോക്ടറസ്. ദെൻ ലാനിസ്റ്റ, മാനേജർ ഓഫ് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട്, മാനേജർ ഓഫ് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിരുന്നത് സ്ലേവ്സ്, ക്രിമിനൽസ്, പെയ്ഡ് പ്രൊഫഷണൽ ആൻഡ് ക്യാപ്റ്റീവ്സ്. അപ്പോ ദെൻ ലൂഡസ് അല്ലെങ്കിൽ ലൂഡി എന്നറിയപ്പെടുന്നത് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് ട്രെയിനിങ് സ്കൂൾ ആണ്. ലൂഡസ് മാഗ്നസ് എന്നറിയപ്പെടുന്നത് ഗ്ലാഡിറ്റോറിയൽ ട്രെയിനിങ് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്കൂൾ. കൊളോസിയം എന്ന് പറയുന്നത് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട് നടക്കുന്ന ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ദെൻ ഡോക്ടറസ് എന്ന് പറയപ്പെടുന്നത് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ടിന്റെ പരിശീലകനെയാണ്. ലാൻസ്റ്റ എന്നറിയപ്പെടുന്നത് മാനേജർ ഓഫ് ഗ്ലാഡിറ്റോറിയൽ കോമ്പാക്ട്. ഇനി ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ക്ലാഡിയസ് ഗാലൻ എന്നറിയപ്പെടുന്നത്. ക്ലാഡിയസ് ഗാലന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 129 AD 210 ഇടയ്ക്കാണ്. ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് ഫിസിഷ്യൻ എന്നറിയപ്പെടുന്നു. സർജൻ, then philosopher. ഫിസിഷ്യൻ, സർജൻ, ഫിലോസഫർ എന്നീ പേര് ഈ കാലഘട്ടത്തിൽ ഈ നിലകളിലെല്ലാം ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശാരീരിക ക്ഷമത അളക്കുന്നതിനും രോഗനിർണയത്തിനും ഉപയോഗിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് ക്ലാഡിയസ് ഗാലൻ എന്നറിയപ്പെടുന്നത്. ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശാരീരിക ക്ഷമത അളക്കുന്നതിനും രോഗനിർണയത്തിനും ഉപയോഗിച്ച ആദ്യ ശാസ്ത്രജ്ഞൻ എന്ന് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു PSCയുടെ. നോക്കാം, ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശാരീരിക ക്ഷമത അളക്കുന്നതിനു വേണ്ടിയും രോഗനിർണയത്തിനും ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ച ക്ലാഡിയസ് ഗാലൻ. ഓക്കെ, റോമിലെ കാലഘട്ടത്തിലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ റോമൻ പീരീഡിലെ ഒരേ ഒരു ശാസ്ത്രജ്ഞനെ പറയുന്നുള്ളൂ, ക്ലാഡിയസ് ഗാലൻ. ഇത് PSC പ്രീവിയസ് ഇദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ക്ലാഡിയസ് ഗാലൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇദ്ദേഹം ഫിസിഷ്യൻ, സർജൻ, ഫിലോസഫർ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശാരീരിക മെഷർമെന്റിനും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ അതിലൂടെ അദ്ദേഹം കണ്ടെത്തി കൊടുത്ത ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഓക്കെ, റോമൻ കാലഘട്ടത്തിലെ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.